അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ഒരിടത്ത് കരീം എന്ന പേരുള്ള ഒരു നല്ല മനുഷ്യൻ ജീവിച്ചിരുന്നു. ഭാര്യ മരിച്ചുപോയ മക്കളെ ജീവനായി അയാൾ വളർത്തി. 3 പെൺമക്കളായിരുന്നു അയാൾക്ക്. അതിലേറ്റവും ഇളയവളായ സൈനബ് വളരെ ബുദ്ധിമതിയായിരുന്നു. അവളുടെ അയൽപക്കത്ത് ഒരു ദരിദ്രയായ വിധവ താമസിച്ചിരുന്നു. അവൾക്കൊരു മകളും ഉണ്ടായിരുന്നു. കരീം തന്റെ മക്കൾക്ക് ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് ഈ സ്ത്രീ അവിടെ വന്ന് അടുപ്പിലേക്ക് തീ ചോദിക്കുക പതിവായിരുന്നു. എന്നാൽ സൈനബിന് ആ സ്ത്രീയെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു കേട്ടോ. അവൾ എപ്പോഴും തന്റെ ഇത്താത്തമാരോട് പറയും, ആ സ്ത്രീ അത്ര നല്ലവളല്ല കേട്ടോ ഇത്താത്ത, അവർ നമ്മുടെ വീട്ടിൽ വരുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല. എന്നാൽ ഇത്താത്തമാർ അവളെ ശാസിക്കും. ആ സ്ത്രീ ഒരു ദിവസം കരീം അറിയാതെ അയാളുടെ ഭക്ഷണത്തിൽ ചാരം കലർത്തി. ഭക്ഷണം കേടായപ്പോൾ മക്കൾക്ക് പറ്റിയ തെറ്റാണെന്ന് കരീം ആദ്യം എന്നാൽ പിന്നീട് അയാൾ ഒളിച്ചിരുന്നു നോക്കിയപ്പോൾ ആ സ്ത്രീ ഭക്ഷണത്തിൽ ചാരം കലർത്തുന്നത് നേരിട്ട് കണ്ടു. അയാൾ അവളെ പിടികൂടി. എന്നാൽ ആ സ്ത്രീ വളരെ തന്ത്രപൂർവ്വം അഭിനയിച്ചു. കരീമിന് മക്കളോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് പരീക്ഷിച്ചതാണ് ഞാൻ എന്ന് പറഞ്ഞ് അയാളെ വിശ്വസിപ്പിച്ചു. അവളുടെ ഭംഗിയിലും വാക്കിലും വീണുപോയ കരീം അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. മക്കളുടെ അനുവാദം പോലും ചോദിക്കാതെ അയാൾ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. വിവാഹശേഷം വളർത്തമ്മയുടെ സ്വഭാവമാകെ മാറി. അവൾ കരീമിനെ മക്കളെ വെറുത്തു തുടങ്ങി. അവരെ കൊണ്ട് കഠിനമായ ജോലികൾ ചെയ്യിപ്പിച്ചു. അവർക്ക് ഭക്ഷണം പോലും നൽകിയില്ല. എന്നാൽ അവരുടെ സ്വന്തം മക്കൾക്ക് വസ്ത്രവും ആഹാരവും നൽകി സുഖമായി വളർത്തി. വിഷമം സഹിക്കാതെ ഒരു ദിവസം 3 സഹോദരിമാരും കാട്ടിലേക്ക് നടന്നുപോയി. അവിടെ ഒരു മരച്ചുവട്ടിലിരുന്ന് അവർ കരഞ്ഞു. ആ സമയത്ത് അവിടെ ഒരു അള്ളാഹുവിൻ്റെ വലിയ അവിടെ എത്തി. കുട്ടികളുടെ സങ്കടം കേട്ട അദ്ദേഹം തന്റെ കുടിലിന് മുന്നിൽ ഒരു മാതള നാരങ്ങ മരം കാണിച്ചു കൊടുത്തു. അവർക്ക് ആവശ്യമുള്ളത്ര പഴങ്ങൾ പറിച്ചു കഴിക്കാൻ പറഞ്ഞു. അതിനുശേഷം വീട്ടിൽ നിന്നും ഭക്ഷണം കിട്ടിയില്ലെങ്കിലും കുട്ടികൾക്ക് ദിവസവും കാട്ടിൽ വന്ന് പഴങ്ങൾ കഴിച്ച് വിശപ്പടക്കാൻ തുടങ്ങി. കുട്ടികൾ വീട്ടിൽ നിന്നും ഭക്ഷണം കൊടുത്തില്ലെങ്കിലും അവരുടെ ഭംഗിയിലും ആരോഗ്യവും കൂടുന്നത് വളർത്തമ്മ ശ്രദ്ധിച്ചു. തന്റെ മക്കളെയും അവരുടെ പിന്നാലെ വിട്ടു. മകൾ കാട്ടിലെ മാതള നാരങ്ങത്തിന്റെ രഹസ്യം അമ്മയോട് പറഞ്ഞു. ഇതറിഞ്ഞ വളർത്തമ്മ കടുത്ത തലവേദന അഭിനയിച്ച് കിടന്നു. കാട്ടിലെ ആ മാതള നാരങ്ങ മരം വേരോടെ പിഴുതുമാറ്റി. അതിന്റെ വേര് പൊഴുങ്ങി നെറ്റിയിൽ പുരട്ടിയാൽ മാത്രമേ എൻ്റെ തലവേദന മാറൂ എന്ന് അവൾ കരീമിനോട് പല ജീവനായിരുന്നെങ്കിലും ഭാര്യയുടെ വാക്കുകൾ വിശ്വസിച്ച് കരീം ആളുകളെ വിട്ട് ആ മരം വെട്ടിപ്പിച്ചു. അടുത്ത ദിവസം കുട്ടികൾ കാട്ടിൽ വന്നപ്പോൾ മരം വെട്ടിമാറ്റിയതായി കണ്ടു. അവർ സങ്കടത്തോടെ കരഞ്ഞു. അപ്പോൾ ആ വലിയ വീണ്ടും അപ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം നിലത്തേക്ക് വിരൽ ചൂണ്ടിയപ്പോൾ അവിടെ പാലൊഴുകുന്ന ചെറിയ ഒരു അരുവി രൂപപ്പെട്ടു. ഒരു മൺപാത്രവും നൽകി. അവർക്ക് ആവശ്യമുള്ളത്ര പാൽ കുടിക്കാൻ അദ്ദേഹം പറഞ്ഞു. കുട്ടികൾ ദിവസവും അവിടെ വന്ന് പാൽ കുടിച്ച് വിശപ്പടക്കാൻ തുടങ്ങി. വളർത്തമ്മ വീണ്ടും തൻ്റെ മകളെ ഒളിപ്പിച്ചു വെട്ടി ഈ രഹസ്യം മനസ്സിലാക്കി. അവൾ ആളുകൾക്ക് പണം നൽകി. ആ സന്യാസിയുടെ കുടിലും പാലിൻ്റെ അരുവിയും മണ്ണ് മൂടി നശിപ്പിച്ചു. അതിനുശേഷം അടങ്ങാത്ത വളർത്തമ്മ അടുത്ത തന്ത്രം പ്രയോഗിച്ചു. തന്റെ രോഗം മാറാൻ 3 പെൺമക്കളുടെയും ചോര വേണമെന്ന് അവൾ കരീമിനോട് ആവശ്യപ്പെട്ടു. സ്വന്തം മക്കളെ കൊല്ലാൻ കരീമിന് സാധിക്കില്ലായിരുന്നു. എന്നാൽ ഭാര്യയുടെ ശല്യം കാരണം അയാൾ മക്കളെയും കൂട്ട് കാട്ടിലേക്ക് പോയി. അവർക്ക് വയറു നിറയെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. അവർ ഉറങ്ങിയ സമയത്ത് അവരെ അവിടെ ഉപേക്ഷിച്ച് അയാൾ കരഞ്ഞുകൊണ്ട് ഓടിപ്പോന്നു. വഴിയിൽ വെച്ചൊരു മാനിനെ വേട്ടയാടി അതിന്റെ ചോര കൊണ്ടുവന്ന് അയാൾ ഭാര്യയ്ക്ക് നൽകി. മക്കൾ മരിച്ചെന്ന് കരുതി അവൾ സന്തോഷിച്ചു. കാട്ടിൽ ഒറ്റയ്ക്കായ പെൺകുട്ടികൾ പേടിച്ചു കരഞ്ഞു. ആ സമയത്ത് അവിടെ ഒരു വേട്ടക്കായി 3 സുഹൃത്തുക്കൾ അവിടെ എത്തി. നാസിർ എന്നായിരുന്നു അതിലൊരാളുടെ പേര്. അവർ പെൺകുട്ടികളുടെ കഥ കേട്ട് സങ്കടപ്പെട്ടു. അവർ 3 പേരെയും വിവാഹം കഴിച്ച് ഓരോ പ്രദേശത്തേക്ക് താമസിപ്പിച്ചു. സൈനബിനെ നാസിറാണ് വിവാഹം കഴിച്ചത്. അവർക്കൊരു മകൻ ജനിച്ചു. വർഷങ്ങൾക്ക് ശേഷം നാസിറും സുഹൃത്തുക്കളും കാട്ടിൽ വേട്ടയ്ക്ക് പോയപ്പോൾ കാണാതായി. അവരെ തിരഞ്ഞുപോയ മറ്റുള്ളവരും തിരിച്ചു വന്നില്ല. സൈനബും സഹോദരിമാരും വീണ്ടും ഒറ്റയ്ക്കായി. ഒരു ദിവസം ഒരു മന്ത്രവാദി വേഷത്തിൽ സൈനബിന്റെ വീട്ടിൽ വന്നു. അവൻ സൈനബിനോട് തന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടു. സൈനബ് വിസമ്മതിച്ചപ്പോൾ അവൻ തന്റെ മന്ത്രശക്തി ഉപയോഗിച്ച് സൈനബിനെ ഒരു പട്ടിയാക്കി മാറ്റി ചെങ്ങലയിൽ പൂട്ടി വലിച്ചയച്ചു കൊണ്ടുപോയി. 14 വർഷങ്ങൾ കടന്നുപോയി. സൈനബിന്റെ മകൻ ഇപ്പോൾ വളർന്ന് വലിയ കുട്ടിയായി. അവളെ വളർത്തിയത്
അനിയത്തിമാരായിരുന്നു. അവർ അവനോട് ഭൂതകാലവും സത്യങ്ങളെല്ലാം പറഞ്ഞു. തൻ്റെ മാതാപിതാക്കളെ കണ്ടെത്താൻ അവൻ കാട്ടിലേക്ക് യാത്ര തിരിച്ചു. കാട്ടിൽ വെച്ച് അവൻ പഴയ വൈദികനെ കണ്ടുമുട്ടി. ആ പ്രദേശം മുഴുവൻ കല്ലുകളായി മാറിക്കൊണ്ടിരുന്നു. മന്ത്രിവാദിയോട് എതിർത്ത മനുഷ്യരെല്ലാം അവൻ കല്ലാക്കി മാറ്റി. വൈദികൻ പറഞ്ഞു, കൂടാതെ ഒരു നല്ല സ്ത്രീയെ അവൻ 12 വർഷമായി തടവിലിട്ടിരിക്കുകയാണെന്നും വൈദികൻ അറിയിച്ചു. അത് തൻ്റെ ഉമ്മയാണെന്ന് മകന് മനസ്സിലായി. തൻ്റെ മകൻ്റെ ഐഡന്റിറ്റി ഒളിപ്പിച്ച് മന്ത്രവാദിയുടെ അടുത്തെത്തി. മന്ത്രവാദി അവനെ വൈദികൻ്റെ പേരക്കുട്ടിയാണെന്ന് കരുതി വിശ്വസിപ്പിച്ചു. തടവിലുള്ള സൈനബിന് പൂക്കൾ നൽകാൻ മന്ത്രവാദി ഈ കുട്ടിയെ ചുമതലപ്പെടുത്തി. കുട്ടിയുടെ കയ്യിൽ തൻ്റെ ഉമ്മക്കും ഉപ്പക്കും നൽകി. പിന്നീട് ഉമ്മ തനിക്ക് തന്നതുമായ ഒരു മോതിരം ഉണ്ടായിരുന്നു. അവൻ ആ മോതിരം പൂച്ചെണ്ടിൽ ഒളിപ്പിച്ചു വെച്ചു. പൂച്ചെണ്ട് കണ്ട സൈനബ് അതിലെ മോതിരം തിരിച്ചറിഞ്ഞു. മുന്നിൽ നിൽക്കുന്നത് തൻ്റെ മകനാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ മന്ത്രവാദിയെ തന്ത്രത്തിൽ വീഴ്ത്തി. അവൻ്റെ ജീവന്റെ രഹസ്യം ചോദിച്ചു. കാട്ടിലെ ഒരു മരത്തിൽ കാവൽ വെച്ചിരുന്ന തത്തയിലാണ് അവൻ്റെ ജീവനുള്ളത്. മകൻ സാഹസികമായി കാട്ടിൽ പോയി ആ തത്തയെ കൈക്കലാക്കി. തത്തയെ കാണിച്ച് മന്ത്രവാദിയെ ഭീഷണിപ്പെടുത്തി. തൻ്റെ ഉപ്പയെയും മറ്റ് മനുഷ്യരെയെല്ലാം കല്ലിൽ നിന്നും മോചിപ്പിച്ചു. അതിനുശേഷം തത്തയുടെ കഴുത്തു ഞെരിച്ച് അവൻ മന്ത്രവാദിയെ കൊന്നു. എല്ലാവരെയും സന്തോഷത്തോടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയെത്തി. കരീം തൻ്റെ മക്കളെ ജീവനോടെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. തനിക്ക് പറ്റിയ തെറ്റിന് ലക്ഷക്കണക്കിന് തവണ മാപ്പ്. ക്രൂരമായ ആ വളർത്തമ്മയുടെ ഒരു മാരക രോഗം പിടിപെട്ട് നേരത്തെ തന്നെ മരിച്ചു പോയിരുന്നു. പിന്നീട് അവർ എല്ലാം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും ഈ കഥ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് ചേർക്കണേ. ഇനി ഇതുപോലുള്ള കഥകളുമായിട്ട് വീണ്ടും വരും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്.